സ്റ്റാഫ് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ തേക്കടിയിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്കാണ്. അപ്പോൾ തേക്കടിയിലൊക്കെ പോയാൽ നമ്മളെപ്പോഴും ജീപ്പ് കാണാറുണ്ട്, ജീപ്പ് സഫാരി. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട് ഒരു ജീപ്പ് സഫാരി പോയത്. അത് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് പോയതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അദ്ദുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓഫ് റോഡ് ജീപ്പിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം അദ്ദുവിനെയും അനുവിനെയും കൊണ്ട് ഒരു അടിപൊളി ജീപ്പ് സഫാരി പോകണം. നമ്മൾ സത്രം, വണ്ടിപ്പെരിയാറൊക്കെ ആയിട്ട്, വണ്ടിപ്പെരിയാറിന്ന് സത്രമൊക്കെയാണ് കാണാൻ പോകുന്നത്. ശബരിമല മല വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. അപ്പോൾ ഒരു അടിപൊളി ജീപ്പ് സഫാരി, തേക്കടിയിലുള്ള ജീപ്പ് സഫാരി വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ ചാർക്കം. അപ്പം നമ്മുടെ വണ്ടി ഇതാ ഇവിടെ വണ്ടിപ്പെരിയാർ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ ജീപ്പ് കേട്ടോ. ജീപ്പ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ചേട്ടൻ ക്ലോസ് ചെയ്തിട്ട്. ചേട്ടൻ്റെ പേര് എങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഹജി. അപ്പോൾ ഹജി ചേട്ടനാണ് നമ്മളിവിടെ ഇന്ന് ജീപ്പ് സഫാരിക്ക് കൊണ്ടുവന്നത്. അപ്പം എൻ്റെ മുമ്പത്തെ വീട്ടിൽ അനീഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇത് കണക്ട് ചെയ്ത് തന്നത്. അപ്പോൾ ഓപ്പൺ ജീപ്പാണ് കേട്ടോ. നമുക്ക് ജീപ്പിൽ ഈ ഒരു സാധനം ഓപ്പൺ ആക്കി തരും. ഭയങ്കര രസമാണ്. കയറി നിന്ന് കാണാം. അതും ഇതാ കണ്ടോ, ഇങ്ങനെ കയറി നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കംപ്ലീറ്റ് കാണാൻ പറ്റും. അപ്പോൾ അടിപൊളി ഒരു ജീപ്പ് സഫാരി വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ. നമ്മളങ്ങനെ ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജീപ്പിൽ ഇങ്ങനെ യാത്ര പോവാണ്. വണ്ടിപ്പെരിയാറിന്ന് നമ്മുടെ ആ ഒരു ടീ പ്ലാന്റേഷൻ വഴിയാണ് ഈ ജീപ്പ് യാത്ര തുടങ്ങുന്നത് കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകൾ. നമ്മുടെ ആ ഒരു ടീ പ്ലാന്റേഷനൊക്കെ നല്ല മെത്ത പോലെ കിടക്കുന്ന ടീ പ്ലാന്റേഷനാണ്. അതെല്ലാം കണ്ടാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇത് രസം നോക്കിയാൽ. അപ്പോൾ അടിപൊളി ഒരു ജീപ്പ് സഫാരി ഇതാ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സഫാരി എന്താ ബാക്കിലോട്ടൊക്കെ നോക്കി എന്ത് രസമാണ് സ്ഥലം കാണാൻ. വാവ് വാവ് അല്ലേ, അടിപൊളി. ഇങ്ങനെയുണ്ടത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഒരുപാട് വ്യൂ പോയിന്റ്സ് ഒക്കെ കാണാനുണ്ട്. ജസ്റ്റ് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ത് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഇപ്പൊ തന്നെ. പറന്നു പോവും. അതിന്റെ മുടിയൊക്കെ പറന്നു പോകുന്നതാണ് അത് പറയുന്നത്. അതിനും ആദ്യമായിട്ടായിരിക്കുമല്ലേ ഇങ്ങനെ ഒരു ഓപ്പൺ ജീപ്പിൽ മേളൊക്കെ കയറി പോകുന്നത്. നല്ലൊരു ജീപ്പ് യാത്രയാണ് കേട്ടോ. അത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിനൊത്തിരി ഇഷ്ടപ്പെട്ടു. അതിന് സൺറൂഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയിലൊക്കെ. അപ്പോൾ ഇങ്ങനെ നിന്ന് കംപ്ലീറ്റ് ഓപ്പൺ ജീപ്പിൽ യാത്ര ചെയ്തപ്പോൾ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളപ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കാൻ അടുത്ത വ്യൂ പോയിന്റ് ആകുമ്പോൾ മേളിൽ കയറി നിൽക്കാനായിട്ട് അല്ലേ. ഓഹ് എന്തോ തൂങ്ങി കയറുന്നു. അവിടെ പോകുന്നു. സേഫ് ആണെന്നാണ് അത് പറയുന്നത് അല്ലേ. പക്ഷെ നോക്കണം. ഓക്കെ, അവിടെ ഇരുന്നോളും. സേഫ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ സത്രം പോയിന്റിലേക്ക് പോവാണ്. എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഇതുവഴി ഞാൻ ശബരിമല പോയിട്ടുണ്ട് കേട്ടോ. നടന്നാ പോയ വണ്ടിപ്പെരിയാർ ഇറങ്ങി ആ ഒരു സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാണ്. നല്ല രസമുള്ള വ്യൂ ആണ്. നോക്കിയാൽ ഫുൾ തേയിലത്തോട്ടങ്ങളാണ്. അപ്പം സത്രം പോകുന്നൊരു വഴിയാണ് കണ്ടോ. ഭയങ്കര രസമുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്കൊരു സഫാരി പോവാം. ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ്. അത് ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ്. പിടിച്ചൊന്നു. ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ്. അയ്യോ, ഷൂസി ചവിട്ടാണ്. ഷൂസി ചവിട്ടല്ലെന്ന്. അടിപൊളി. അപ്പോൾ നല്ല അടിപൊളി ഓഫ് റോഡ് വഴിയാണ് കേട്ടോ. നല്ല രസമുള്ള വ്യൂ ആണ്. അങ്ങനെ പോകൂല. പോകുന്ന വഴിയുണ്ട് അത് ഓഫ് റോഡിങ് പോലെ. അയ്യോ ഇതാ കുഴി കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുഴി കൂടെ കൊണ്ട് അത് മതിയാ. മതി ചേട്ടാ. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. സത്രത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. സത്രം വ്യൂ പോയിന്റ് ഒക്കെയാണ്.
ആ മലനിരകളൊക്കെ എന്ത് ഭംഗിയെ നോക്കി, ഭയങ്കര രസമാണ്. ഓപ്പോസിറ്റ് ചവിട്ടിയാൽ മതി. അത് ഇതാണ് ഓഫ് റോഡിങ് കേട്ടാ. ഞങ്ങൾക്ക് ഭയങ്കര ഓഫ് റോഡിങ് ഇഷ്ടമായിരുന്നല്ലോ, ഇപ്പൊ മിണ്ടാത്ത. ആ ഇതിപ്പോ ഡബിൾ ആണ്. രാവിലെ ഇതിൽ പിടിച്ച് നിൽക്കി. അയ്യോ അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞ് ചെറിയൊരു കടയുണ്ട്. ചേച്ചി അത്യാവശ്യം പൈനാപ്പിൾ വെള്ളമൊക്കെ വയ്ക്കുന്നു. എൻ്റെ വേറൊരു സഫാരി പോയവർ തിരിച്ചു പോവാണ്. വ്യൂ പോയിൻ്റൊക്കെ ഭയങ്കര രസം കേട്ടോ, മലയൊക്കെ കാണാൻ എന്ത് രസം നോക്കി. അപ്പം ഫുൾ പുല്ലാണ്. പിറ്റ് സ്റ്റോപ്പിലെത്തി. ഒരു വ്യൂ പോയിൻ്റാണ്. ആ കാണുന്നത് ശബരിമല സൈഡും ഈ കാണുന്ന ഗവി സൈഡും ഒക്കെയാണ്. ഞാൻ പണ്ട് വരുമ്പോൾ ഇവിടെ കടകളൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ചെറു കടികൾ, സ്നാക്സ്, വെള്ളം കുടിക്കാനൊക്കെ ചെറു കടകളൊക്കെ. എങ്ങനെയുണ്ട്? അത് സൂപ്പർ വ്യൂ പോയിൻ്റ് അല്ലേ? ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പം തേക്കടിയൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സഫാരി മിസ് ചെയ്യരുത്. ഭയങ്കര രസമുള്ളൊരു സഫാരിയാണ്. നല്ല വ്യൂ പോയിൻറ്റ്സ് ആണ് ചുറ്റും കാണാൻ പറ്റുന്നത്. എത്ര രസമാണ് നോക്കിയാൽ. നമുക്ക് ഈ ചൂട് അത്ര അറിയുന്നില്ല കേട്ടോ. നല്ല കാറ്റുണ്ട്, നല്ല മലനിരകൾ, അത് ഫുൾ പച്ചപ്പ് നിറഞ്ഞ മലനിരകളൊക്കെയാണ് കേട്ടോ ചുറ്റും കാണാൻ പറ്റുന്നത്. നോക്കി എന്ത് രസമുള്ള പോയിൻറ്റ്സാണ് നോക്കുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഇവിടെ വന്ന് ഈ ഒരു കടയിൽ നിന്ന് അതും ഒരു ചെറിയ മാങ്ങ മേടിച്ചു. പിന്നെ ഞാനൊരു ലൈം സോഡയും പറഞ്ഞു. നല്ല ഈ ഒരു ഭംഗിയൊക്കെ കണ്ട് ഒരു ലൈം സോഡ കുടിക്കാം. അതും എങ്ങനെയുണ്ട് മാങ്ങ? സ്വീറ്റ് ആണോ? താങ്ക് യു. പിന്നെ ഇവിടെ ജിപേ ഉണ്ട്. നെറ്റ്വർക്ക് കിട്ടിയില്ലെങ്കിൽ ചേച്ചി വൈഫൈ തരും. ചേച്ചിയുടെ പേരെങ്ങനെയാ ചേച്ചി? നെറ്റ്വർക്ക് കിട്ടില്ലെങ്കിൽ ചേച്ചി വൈഫൈ ഹോട്ട്സ്പോട്ട് ചെയ്ത് തരും. അതുകൊണ്ട് ഇവിടെ വന്ന് നമുക്ക് കോൺ മേടിക്കാം, വെള്ളരിക്ക മേടിക്കാം, തണ്ണിമത്തനുണ്ട്, മാംഗോ ഉണ്ട്, പിന്നെ മാഗിയുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് അത്യാവശ്യം വിശപ്പകറ്റാനും ദാഹം അകറ്റാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പം നോക്കി എന്ത് രസമാണ്. നമുക്ക് അടിപൊളി നാരങ്ങ സോഡ, നല്ല ഉപ്പിട്ട നാരങ്ങ സോഡ കുടിക്കാം. അടിപൊളി. ഇവിടെ ഒരു 3 കടകളുണ്ട് കേട്ടോ. അവിടെ ഒരു കടയുണ്ട്, ഇവിടെ ഒരു കടയുണ്ട്, എൻ്റെ അപ്പുറത്തൊരു കടയുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വിശപ്പും ദാഹമൊക്കെ അകറ്റാനുള്ള സാധനങ്ങളുണ്ട്. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും എടുക്കാൻ വിട്ടുപോയാലും ഇവിടുന്ന് വെള്ളമൊക്കെ മേടിച്ചിട്ട് വേണമെങ്കിൽ പോകാം കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത വ്യൂ പോയിൻറ്റിൻ്റെ സ്പോട്ടിലേക്ക് പോവാണ്. കുറച്ച് ഉപ്പ് വന്നു. ചേച്ചി മുളകുണ്ടോ? ലേശം ഒരു മുളക് തൂയി തരും. മതി മതി മതി. മുളകും മുളകൊക്കെ ഇട്ട് നമുക്ക് നല്ല ടേസ്റ്റാണ്. മാങ്ങയ്ക്ക് ചെറിയൊരു സ്വീറ്റ് ഉണ്ട്. അപ്പോൾ മുളകും ഉപ്പിട്ട് നമുക്ക് മാങ്ങ കഴിക്കാം. മാങ്ങയുടെ നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ ഒരു സെറ്റ് മാങ്ങയുടെ പറഞ്ഞു മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കഴിക്കാൻ മാത്രം. അതിന് മുളക് പൊടി ഇടാത്തത് അതിനകത്തുണ്ട്. ഒരു കപ്പില് അതിൻ്റെ അകത്ത് മുളക് പൊടി ഇടാതരാ. നല്ല ടേസ്റ്റുള്ള മാങ്ങ കേട്ടോ. തണ്ണിമത്തൻ വേണോ? നമ്മുടെ ഈ കടയിലെ ചേച്ചി പറഞ്ഞോ, ചേച്ചി കടുവ കണ്ടിട്ടുണ്ടല്ലോ. കടുവ കണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു പാറയുണ്ട്. ആ പാറയിൽ നിന്ന് ചാടി ഒരു കാട്ടുപോത്തിനെ കടിച്ച് വലിച്ച് കൊണ്ടുപോകണം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു മരമുണ്ട്. ഈ മരത്തിൻ്റെ അവിടെ നിന്നും കടുവ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് ആൾ മുന്നേ ആനക്കൂട്ടം എപ്പോഴും ഇങ്ങനെ നടന്നു പോകും. ഈ ഒരു കമ്പി വേലി, ഈ ഒരു അടുത്ത് ഈ ഒരു മരം നിൽക്കുന്നില്ല, അതുവഴി കുറേ ആന പോണ ചേച്ചി കണ്ടു. ചേച്ചിയുടെ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓഗസ്റ്റിലാണ് നടന്നത്. ഇങ്ങനെ കൂട്ടാന ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് ചേച്ചി പറയുന്ന ലക്കാണ്. ചില സമയത്ത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കടുവ ഉണ്ട്, കാട്ടുപോത്ത്, ആന, കരടിയൊക്കെ ഉണ്ടെന്നാണ് പറയണത്. ചേച്ചി ഒരു 3-4 തവണ കടുവയെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെ കാണും. കാര്യം അത്രയും തിക്ക് കാടാണ്. പിന്നെ ഇത് ഗവി, ശബരിമല എല്ലാം കണക്റ്റഡ് കാടാണ്. കടുവയെ കാണാന്ന് പറഞ്ഞാൽ ലക്ക് തന്നെയാണ് കേട്ടോ. അതൊരു ലക്കാണ്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കണ്ടാ കണ്ടു. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്ത് പോകാം അല്ലേ. അങ്ങനെ നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് നെക്സ്റ്റ് വ്യൂ പോയിന്റ് ആണ് കേട്ടോ.
നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റിലേക്ക് നമ്മൾ ഇതാ എത്തിയിരിക്കുകയാണ്. രക്ഷയില്ലാത്ത കാടും നല്ല രസമാണ് കേട്ടോ. നമുക്ക് ചുറ്റും പച്ചപ്പും മലയും കുന്നും ഒക്കെയാണ്. ഇത് രസമല്ലേ? ഒരുപാട് ജീപ്പുകൾ വരുന്നുണ്ട്. നമ്മുടെ ജീപ്പ് കിടപ്പുണ്ട്, ഇഷ്ടം പോലെ ജീപ്പുകൾ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ജീപ്പ് സഫാരി കേട്ടോ. ഇവിടെ ഒരു ചെറിയ കടയുണ്ട് സാധനം മേടിച്ച് പിടിക്കാൻ. രസം നോക്കിയാൽ ചുറ്റും മലയും ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? ഡ്രൈവറൊക്കെ വൻ ഓളത്തിലാണ് അവരെ ജീപ്പിൽ കൊണ്ടുവരുന്നത്. വൻ ഓളത്തിലാണ് വരുന്നത്. അതാ അടുത്ത സെറ്റ്. അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? എന്ത് രസമാണെന്ന് അറിയാം ഇവിടെ ഇങ്ങനെ. ഞാൻ സ്റ്റെപ്പിനി ടയറിൽ ഇങ്ങനെ ബാക്കി ഇരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. നല്ല കാറ്റും നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചൊരു ജീപ്പ് യാത്ര. അടിപൊളി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ടാറിട്ട റോഡാണ്. ഇനി അങ്ങോട്ട് ഒരു ചെറിയ ഓഫ് റോഡുണ്ട് ലാസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് പോകാനായിട്ട്. ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സഫാരിയുടെ ലാസ്റ്റ് വ്യൂ പോയിന്റ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു എറണാകുളം, തൃശ്ശൂർ ആ ഭാഗത്തൊക്കെ ഉള്ളൊരു കുറച്ച് ഓരോ ഓഫ് റോഡേഴ്സ് വന്നതാണ്. ഓഫ് റോഡ് ക്ലബ്ബ് ഒരു 3 ചാപ്റ്റേഴ്സ്. അവരിങ്ങനെ ജസ്റ്റ് കുറേ വണ്ടിയുണ്ട്. ഫോർഡിൻ്റെ വണ്ടിയുണ്ട്, പിന്നെ ഡിഫൻഡർ ഉണ്ട്, താറുണ്ട്, താർ റോക്സ് ഉണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഓഫ് റോഡ് ക്ലബ്ബാണ്. ഭയങ്കര രസമായിരിക്കുമല്ലോ. കണ്ടോ അത്? ഉണ്ടല്ലേ? ജീപ്പ് റെനഗേഡ്. ഭയങ്കര നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. അതോടൊപ്പം അവിടെ ഒരു ടാറിട്ട് ഒരു വലിയ ട്രാക്ക് ഉണ്ട്. അത് എയർ സ്റ്റേഷനാണ്. NCC അവർക്ക് വേണ്ടിയിട്ടുള്ള എയർ സ്റ്റേഷനാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്. അവിടേക്ക് എന്ത് രസം നോക്കിയാൽ പച്ചപ്പിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഭയങ്കര രസമാണ്. അപ്പോൾ അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ തേക്കടി, വണ്ടി പെരിയാറൊക്കെ വരുന്നവർ, കുമളിയൊക്കെ വരുന്നവർ ഈ ഒരു ജീപ്പ് സഫാരിയും കൂടെ ചെയ്യാം. നല്ല കാഴ്ചകൾ, നല്ല ഭംഗിയുള്ള വ്യൂ പോയിന്റ്സ് ഒക്കെ കാണാം. അത് കയറി നിൽക്കുന്ന നല്ല റോഡാ. അത് കയറി നിൽക്കുന്ന നല്ല റോഡാ. അത് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം. ആ അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു അടിപൊളി ജീപ്പ് സഫാരി സത്രമൊക്കെ പോയി ഞങ്ങൾ കണ്ട് തിരിച്ചെത്തി. 2000 രൂപയാണ് ജീപ്പിനായത്. ജീപ്പ് ചെയ്യേണ്ട നമ്പറും ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ജീപ്പ് സഫാരി വീഡിയോ, ഞങ്ങളുടെ ഈ ജീപ്പ് സഫാരി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് hit the bell icon to get notification for our next video. This is Tram Cup. Bye bye.